പിന്നെ ഭയങ്കര പേടിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്, കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്യണത്. 2-3 പേര് ചേർന്നൊക്കെയാണ് കുട്ടികളെ കൊണ്ടുവരികയും പോവുകയൊക്കെ ചെയ്യണത്. അവർ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പറയും അമ്മ ആനയെ കണ്ട്. അവർക്ക് പേടിയാണ്. ഇവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുള്ളൂ. ഒരു വലിയൊരു ആനയാണ്, വലിയ ആന അല്ലേടി നിത്യ, വലിയ ആന. അത് വേണമെന്ന് ഭയങ്കരമായിട്ടും വിളിയാണ് ആന, ഭയങ്കരമായിട്ടും വിളി. ആ ആനയാണ് ഒരു മാമനെ കൊന്നത് ഇവിടെ. പേടിയുണ്ട്. പിള്ളേർ സ്കൂൾ വിട്ട് വീട്ടിൽ വരുന്നവരെ നമുക്ക് പേടി തന്നെയാണ്. അല്ലാതെ വേറെ ഇല്ല, ആന എങ്ങനെ വരും എന്നുള്ള പേടിയുണ്ട്. ഒരു ദിവസം ആന അവിടെ നിന്ന് കൂട്ടത്തോടെയാണ് വന്നത്. ചേച്ചി ഭയങ്കര വിളിയായിരുന്നു, അച്ഛ നമുക്ക് പോവാ, അച്ഛ നമുക്ക് അങ്ങ് പോവാ, അച്ഛ ആന ആന എന്ന്. ആന അവിടുന്ന് രണ്ടാമത് കറങ്ങി ആന അങ്ങ് താഴെ ഇറങ്ങിയപ്പം മേലിൽ നിന്ന് ഒരാന വിളിച്ചിറങ്ങി. എൻ്റെ അച്ഛനെ ഓട്ടിച്ചിട്ടുണ്ട് ആന. എൻ്റെ അച്ഛനും ഒരു മാമനും കൂടെ സ്കൂട്ടിയിൽ വരായിരുന്നു. ഒരു കുട്ടി ആനയാണ് വന്ന് സ്കൂട്ടി അടിച്ചിട്ടത്. എൻ്റെ അച്ഛൻ വന്ന് വീണു. ആന, പോത്ത്, പിന്നെ കരടിയുണ്ട്, കരടിയുടെ ശല്യമുണ്ട്. പിന്നെ ഈ പൊടി മക്കളെ കൊണ്ട് പോകുന്ന പറയുമ്പോഴത്തേക്ക് രണ്ടും കൽപ്പിച്ചുള്ള യാത്രയാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കൊച്ചുങ്ങളെ കൊണ്ട് പോയ സമയത്ത് ആന ഈ വണ്ടിയുടെ നേരെ 2 പ്രാവശ്യം വണ്ടിയുടെ നേരെ വന്നു ഇടിയെ. ഒരു പക്ഷേ വണ്ടി അബദ്ധത്തിൽ തട്ടേക്കണം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേരിൽ കേസാകും. ആന ചവിട്ടി ഇപ്പം ഈ 3 കൊല്ലത്തിനിടയിൽ ഇപ്പം 3ാമത്തെ ആളിനെ വന്നേക്കുന്നു. അതിന് മുമ്പും വന്നിട്ടുണ്ട്. അല്ല മക്കളെ, അപ്പൊ നിങ്ങൾക്ക് ആനയെ പേടിയില്ലേ? മാമ ഇവിടെ നില്ലേ, ആനയെ കണ്ടിട്ട് പോവാം. ആനയെ കാണാൻ മാമൻ വരാമേ. കുട്ടികൾക്ക് ഇത് പരീക്ഷാകാലമാണ്, പക്ഷേ ഇവർ സ്കൂളിൽ എത്തുന്നത് ഒരു പരീക്ഷണമാണ്. സജു മാറിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.